ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. അത്ഭുതകരമായി എങ്ങനെ ധനം വന്നു ചേരാം, പണം എങ്ങനെ ആകർഷിക്കാം. പണം നമുക്ക് ധാരാളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് പണത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. മറ്റിതിലുള്ളതിലൊന്നെല്ലാം മനസ്സ് വൈബ്രേറ്റ് ചെയ്തു പോവാതെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പണത്തെ ആകർഷിക്കാൻ നമ്മുടെ മനസ്സ് പണത്തിൽ അല്ലെങ്കിൽ സമ്പത്തിൽ കേന്ദ്രീകരിക്കുക. മനസ്സ് സമ്പത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. സമ്പത്തിൽ കേന്ദ്രീകരിച്ച് വെറുതെ ഇരുന്നാൽ പോരാ, കണ്ണടച്ച് നമ്മൾ സമ്പത്തിനെ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ചുറ്റുപാടും നമുക്ക് ആവശ്യമുള്ള സോഴ്സുകളും ആവശ്യമുള്ള സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഒറ്റ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പണത്തിലേക്ക് മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുന്നതുകൊണ്ടല്ല, നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിരന്തരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിനോട്, വൈകിട്ട് ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഉറക്കച്ചടവോടുകൂടി നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷനിൽ നിന്ന് നമുക്ക് ബ്രഹ്മമുഹൂർത്തത്തിലെ മെഡിറ്റേഷനിൽ നമുക്ക് ഒരുപാട് ചിന്തകൾ, നമുക്ക് കാര്യങ്ങൾ വരും. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ആ സമയത്തെ ചിന്തകളാണ്. അപ്പൊ ആ സമയത്തും അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന ആൽഫ സ്റ്റേജിലേക്ക് പോകുന്ന ആ മൂഡിലും നമ്മൾ എന്ത് ചെയ്യുക, പണത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും മാത്രം നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കുക. ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ഭാഗ്യവതിയാണ്, എനിക്ക് ധാരാളം ധനം വന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നതെല്ലാം പണത്തെക്കുറിച്ചാണ്, എനിക്ക് വരുന്നതെല്ലാം പണമാണ്, നോട്ടുകെട്ടുകൾ ഇങ്ങനെ അടക്കി എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആൽഫ സ്റ്റേജിലേക്ക്, ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് ചെലവില്ലാത്തതുകൊണ്ട് അത് ഗൗരവമായിട്ട് തന്നെ ചെയ്യാം. സ്വപ്നങ്ങളിലേക്ക് ഇങ്ങനെ നമ്മൾ ഊർന്നിറങ്ങിക്കൊണ്ടായിരിക്കണം ഉറങ്ങേണ്ടത്. ആ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് മുഴുവൻ എന്തായിരിക്കണം? പണത്തിന്റെ കെട്ടുകളായിരിക്കണം, സോഴ്സുകളായിരിക്കണം. അതിന് നമുക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ അത് മനസ്സിൽ വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറെ നോട്ടുകെട്ടുകളുടെ പടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കിടന്നുകൊണ്ട് ഇങ്ങനെ ഉറങ്ങാൻ പോവുക. അപ്പൊ ആ നോട്ടുകെട്ടുകൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക്, സ്വപ്നത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന പുറയ്ക്ക് നമ്മൾ എവിടെയെങ്കിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ധനത്തിന്റെ സോഴ്സ് ഇങ്ങനെ വരാൻ തുടങ്ങും. നമുക്കിപ്പോൾ പണത്തിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ മാർഗമില്ലെങ്കിൽ അതിൽ നിന്നായിരിക്കും നമുക്കൊരു ചെറിയ സ്ട്രൈക്ക് വരുന്നത്. പലരും പല കാലത്തും ചെയ്തിട്ട് വിജയിക്കാത്ത പ്രവർത്തനങ്ങളൊക്കെ ഈ നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സ് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അതിന് പല വിധത്തിൽ നമുക്കത് ചെയ്യാം. ചിലപ്പോൾ അങ്ങനെ സ്വയം ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ടുകൊടുക്കുന്ന ആ ചിന്തകളിൽ നിന്ന് ധനത്തെ, പണം എന്നെ ആകർഷിക്കുന്നു, പണം കാന്തമാണ്, പണം നന്മയാണ്, ഇങ്ങനെ പലതും പറഞ്ഞു നമ്മുടെ മനസ്സിനെ അതിലേക്ക് ഇങ്ങനെ ആകർഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പണം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് സമ്പത്തിൽ കേന്ദ്രീകരിക്കുക. സമ്പത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. വേണ്ടാത്ത ഞാനിത് ചിന്തിക്കുന്നതൊക്കെ വെറുതെ ആണല്ലോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കാതെ മനസ്സ് സമ്പത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക, ഒരേ സമയം ധനമില്ലാത്ത അവസ്ഥയെ നമ്മൾ കേന്ദ്രീകരിക്കരുത്, ധനമുള്ള അവസ്ഥയെ മാത്രം. രണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വൈബ്രേറ്റ് ചെയ്തു. അപ്പൊ ധനമുള്ള അവസ്ഥയെ മാത്രം കേന്ദ്രീകരിക്കുക. ധനം അങ്ങനെ ആകർഷിക്കുന്നത് വളരെ എളുപ്പമാണ് എന്ന് വയ്ക്കുക. എനിക്ക് അനായാസമായും എളുപ്പത്തിലും പണം വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വയ്ക്കുക. ഉടനെ ചിന്തിക്കുകയാണ്, ഇതൊന്നും നടക്കാത്ത കാര്യം, ധനം അസംഭവ്യമാണ്. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ധനം അനായാസമായും പണം അനായാസമായും എളുപ്പത്തിലും എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്നെല്ലാം എനിക്ക് പണം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കാം. ഒപ്പം തന്നെ നമ്മുടെ ഭാവന ഉപയോഗിക്കുന്ന ഗുണം ചെയ്യും. ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ നടിയല്ല, നമ്മുടെ പണം ഉപയോഗിക്കുന്ന ഭാവന. പണം എങ്ങനെ വരുന്നു, പണം എങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെയുള്ള ഭാവനകൾ നമ്മൾ ഉപയോഗിച്ച് സ്വപ്നം കാണുന്നത് ഗുണം ചെയ്യും. ധാരാളം സമ്പത്തുള്ളതായിട്ട് നമ്മൾ ചിന്തിക്കുക. അത്ഭുതപൂർവമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എന്നിട്ട് അത് സന്തോഷിക്കാം. ഒപ്പം തന്നെ പണത്തെക്കുറിച്ച് നല്ല ചിന്തകൾ ഉണ്ടാക്കുക. പണത്തെക്കുറിച്ച് നല്ല ചിന്തകൾ ഉണ്ടാകുന്നത് കൊണ്ട് പണം ഉപയോഗിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം സ്വപ്നം കാണുക. ഇങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പണം വരുന്നതായിട്ടും നമ്മുടെ കയ്യിലേക്ക് പണം വരുന്നതായിട്ടും നമ്മളിലേക്ക് പണം വന്ന് ഒഴുകുന്നതായിട്ടും ഇങ്ങനെ സ്വപ്നം കാണുക. അങ്ങനെ നമ്മുടെ ഭാവനകൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങണം. അങ്ങനെ പ്രവർത്തിച്ച് നമ്മൾ എപ്പോഴും ചിരിച്ചുള്ള മുഖം കൊണ്ട്, സന്തോഷമായുള്ള മുഖം കൊണ്ട് നമ്മൾ പണത്തെ സ്വപ്നം കാണുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള വസ്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എനിക്കിത് വാങ്ങാൻ സാധിക്കും, എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, എനിക്കിത് വാങ്ങാൻ സാധിക്കും എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക, എന്ന് മാത്രം സ്വപ്നം കാണുക. അങ്ങനെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി ഇതിങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടെന്ന് നമ്മൾ സ്വപ്നം കാണുമ്പോൾ, ഇപ്പൊ 10 രൂപയെ കയ്യിലുള്ളൂ എങ്കിൽ തന്നെ ആ 10 രൂപ എൻ്റെ ധാരാളം ആവശ്യമുള്ള പണമാണ്, ഈ പണം കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുമെന്ന് നമ്മൾ ഭാവനയിൽ കാണുക. അതിൽ നിന്ന് സന്തോഷിക്കുക. അങ്ങനെ സന്തോഷിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് പണം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ കൂടുതൽ പണം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പണം ദാനം ചെയ്യുകയും കൂടെ വേണം. ഒരുപാട് പണം നമുക്ക് വന്നു, ഒരുപാട് പണം എൻ്റെ കയ്യിൽ 10 രൂപയില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെ ദാനം ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ആ 10 രൂപയിൽ നിന്ന് 1 രൂപ, 9 രൂപ നമ്മൾ ഉപയോഗിക്കുക.
എന്നിട്ട് ആ 10 രൂപയിൽ നിന്ന് 1 രൂപ വേണ്ട 50 പൈസ എന്ത് ചെയ്യണം? കൊടുക്കാൻ അർഹതപ്പെട്ടവന് നമ്മൾ ദാനം ചെയ്യുക. അത് ഭക്ഷണമായിട്ടോ വസ്ത്രമായിട്ടോ 50 പൈസയായിട്ടോ നമ്മൾ ദാനം ചെയ്യും. ഈ 10 രൂപയുള്ളത് എനിക്കിപ്പോൾ ഒന്ന് ബസ്സിന് പോകാൻ തികയില്ല, അല്ലെങ്കിൽ എനിക്ക് ബസ് ഫെയർ ആയിട്ട് എടുക്കാൻ തികയില്ല എന്ന് ചിന്തിക്കാതെ ആ 9.5 രൂപ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് 50 പൈസ നമ്മൾ ദാനം ചെയ്യുക. ആ ദാനം ചെയ്യുമ്പോൾ 50 പൈസ ദാനം ചെയ്ത നമ്മൾക്ക് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത നിമിഷമോ 50 പൈസ 1 രൂപയായിട്ട് നമുക്ക് തിരിച്ചു വരും. അതാണ് ദാനത്തിന്റെ പുണ്യം. അത് കൊടുക്കാൻ അർഹതപ്പെട്ടവനും കൊടുക്കാൻ വിധിക്കപ്പെട്ടവനും നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് പണം ഒഴുകാൻ തുടങ്ങും, ധനം ഒഴുകാൻ തുടങ്ങും. അതാണ് ഉള്ളവന് കൊടുക്കും തോറും കൂടിയിടുമെന്ന് പറയുന്നത്. പണം കൊടുത്താൽ കുറയുന്ന എല്ലാവരും പറയുന്നു, പക്ഷെ വെറുതെയാണ്. ഉള്ളവൻ ദാനം കൊടുക്കുന്നതിനനുസരിച്ച് ആ ദാനത്തിന്റെ അംശത്തിനനുസരിച്ച് അവനിലേക്ക് പണം, അങ്ങനെയാണ് അത്ഭുതപൂർവമായ പണം ഉണ്ടാക്കുക. അല്ലാതെ കിട്ടുന്നത് മുഴുവൻ അവരവരെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചാൽ നമുക്ക് ധനത്തിന്റെ സോഴ്സ് ഉണ്ടാകുകയില്ല, അത് അടഞ്ഞു പോകും. അതുകൊണ്ട് കൊടുക്കാൻ അർഹതപ്പെട്ടവനെ നോക്കി നമ്മൾ കണ്ടെത്തി കൊടുക്കുക. മാത്രമല്ല നമുക്ക് കുറച്ച് വേറെന്തെങ്കിലും പണത്തിന്റെ ഒരു കഷ്ടതകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് കുറെ പേർക്ക് പണം കൊടുക്കാനുണ്ടെങ്കിൽ ആ പണം കൊടുക്കുന്നതായിട്ടല്ല, ആ പണം നമുക്ക് കിട്ടുന്നതായിട്ട് നമ്മളൊരു കടലാസിൽ എഴുതി വെക്കുക. ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പണത്തിന്റെ ദിവസവും പ്രതി നമുക്ക് പണത്തിന്റെ സോഴ്സുകൾ, ചെക്കുകളൊക്കെ വരുന്നതായിട്ട് സ്വപ്നം കാണാം. ഇങ്ങനെ മനസ്സുഖം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുക, പണത്തിന്റെ സുഖം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ അനുഭവിച്ച് നമ്മൾ ചിലപ്പോൾ ചെന്നുപെടുന്നത് ധാരാളം അത്ഭുതപൂർവമായ ധനാകർഷണത്തിലേക്കായിരിക്കും. ഒപ്പം തന്നെ ധനാകർഷണ മന്ത്രങ്ങൾ അറിയുന്നവരൊക്കെ അത് മാത്രം ഉരുവിടുക. ധനാകർഷണ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടിങ്ങനെ നടക്കുന്നവന് 90 ദിവസത്തിന് ശേഷം എന്താണ് ധനാകർഷണം വന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചിന്തകളുടെ ത്രാസിൽ, പണത്തിന്റെ ത്രാസ് എപ്പോഴും പൊങ്ങിയിരിക്കുക. ചിന്തകളുടെ പണം ഇല്ലാത്ത അവസ്ഥ എന്താണ്? താഴേക്ക് വരുത്തുക. അപ്പൊ എപ്പോഴും നിങ്ങളുടെ ചിന്തകളുടെ മുൻതൂക്കം എന്തിനായിരിക്കണം? സമ്പത്തിനെ കുറിച്ചായിരിക്കണം. അങ്ങനെ ചിന്തിച്ച് നമുക്ക് അത്ഭുതപൂർവമായ ഒരു ധനാകർഷണം തന്നെ ഉണ്ടായിരിക്കും.